നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. 24 എക്സ്ക്ലൂസീവ്. LDFിനോട് ഇടഞ്ഞു നിൽക്കുന്ന പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള CPIM നീക്കം പൊളിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്താനാണ് എത്തിയത് എന്ന് കടകംപള്ളി 24നോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ഫോണിൽ സംസാരിച്ച കാര്യം പ്രേംകുമാർ സ്ഥിരീകരിച്ചു. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടെത്തി. 5 മിനിറ്റോളം വീടിന് മുന്നിൽ കാത്തുനിന്നു. ഫോൺ വിളിച്ചെങ്കിലും പ്രേംകുമാർ ഫോൺ എടുത്തില്ല. പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് എന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് ആയിട്ടാണ് വന്നത്. ഇല്ല, രാത്രി ആവുമെന്ന് പറഞ്ഞു. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ രാത്രി ആവും വരാനായിട്ട്. അപ്പോൾ രാത്രി കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിപ്പോൾ എത്തിയിട്ടുണ്ടാവും വിചാരിച്ചു വന്നേ ഉള്ളൂ. ഒടുവിൽ അനുനയ നീക്കം ഉപേക്ഷിച്ച് കടകംപള്ളി സുരേന്ദ്രൻ മടങ്ങി. ഇതിനിടെ KPCC അംഗം JS അഖിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പ്രേംകുമാറിനെ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ തള്ളാത്ത പ്രേംകുമാർ KC വേണുഗോപാൽ അടക്കമുള്ളവരോട് ഫോണിൽ സംസാരിച്ചതായി സമ്മതിക്കുകയും ചെയ്തു. KC ഒക്കെ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അത് കോൺഗ്രസിലുണ്ട്, CPMലുണ്ട്, എല്ലാ പാർട്ടികളിലും എനിക്ക് ഏറ്റവും നല്ല സൗഹൃദമുള്ളവരുണ്ട്. അവർ പലരും എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ KCയും ഇടയ്ക്ക് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. സൗഹൃദം കിട്ടുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യവും ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ആളല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു. ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അതെനിക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. പ്രേംകുമാർ കോൺഗ്രസിലെത്തിയാൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ളവയാണ് വാഗ്ദാനം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മസ്തിഷ്ക മരണം സംഭവിച്ച് 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ പകർന്ന കുഞ്ഞുമാലാഖ ആലിൻ ഷെറിൻ ഇനി കണ്ണീരോർമ്മ. മൃതദേഹം പത്തനംതിട്ട നെടുങ്ങാടപ്പള്ളി CSI പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ആലിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കും. തങ്ങളുടെ പൊന്നോമനയ്ക്കായി അമ്മ ഷെറിനും അച്ഛൻ അരുണും നെയ്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ബാക്കിയാക്കി കുഞ്ഞുമാലാഖ യാത്രയായി. കൺമണിക്ക് അന്ത്യചുംബനം നൽകി അരുണും ഷെറിനും. പത്ത് മാസം മാത്രമാണ് ആ കുഞ്ഞ് ഭൂമിയിൽ ജീവിച്ചത്. വാഹനാപകടം അവളുടെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു. വിടരും മുൻപേ പൊലിഞ്ഞ ആ കുരുന്ന ജീവൻ 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകി ചരിത്രം കുറിച്ചാണ് വിട പറയുന്നത്. പത്തനംതിട്ട വാലുമണ്ണിലെ വീട്ടിലേക്ക് 100 കണക്കിന് പേരാണ് കുഞ്ഞാലിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലേക്കും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനം ഒഴുകിയെത്തി. പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ. തുടർന്ന് നടന്ന സംസ്കാര ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി വീണ ജോർജും പങ്കെടുത്തു. കുടുംബക്കല്ലറയിൽ പ്രത്യേകം തയ്യാറാക്കിയ കുഞ്ഞു കുഴിമാടത്തിൽ ആലിൻ ഷെറിന് അന്ത്യനിദ്ര. ആലിന്റെ ഓർമ്മകൾ ഇനി 5 കുരുന്നുകളിലൂടെ തുടിക്കും. 24 പത്തനംതിട്ട. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രധാന നിർദ്ദേശം പുറപ്പെടുവിച്ചേക്കും. 9 അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സുപ്രീം കോടതിയിലെത്തുന്നത്. 2018 സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. കേസ് 9 അംഗ വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ നാളെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ടാകും. നേരത്തെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ വിശാല ബെഞ്ച് രൂപീകരിച്ചെങ്കിലും പല കാരണങ്ങളാൽ വാദം കേൾക്കൽ മുടങ്ങിയിരുന്നു. ആ ബെഞ്ചിലെ അംഗങ്ങളിൽ സർവീസിൽ അവശേഷിക്കുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. വിശാല ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചാൽ
മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും പരിഗണിക്കുക. മത ആചാരങ്ങളിൽ കോടതി ഇടപെട്ട ലിംഗസമത്വം ഉറപ്പാക്കണമോ എന്ന കാര്യത്തിലായിരിക്കും ബെഞ്ച് തീരുമാനമെടുക്കുക. നാളെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ 44ാമത്തെ ഇനമായാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കെ ശബരിമല യുവതി പ്രവേശനം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാൻ ഒരുങ്ങുന്നത് LDF സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകം. ശബരിമലയിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ നിലപാട് തിരുത്തുമോ എന്നാണ് കാണേണ്ടത്. 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. മുൻ നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന് VD സതീശൻ. സർക്കാർ പറയുമെന്ന അവ്യക്തമായ മറുപടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയത്. കേന്ദ്രത്തെ വിമർശിച്ച NSSന് മറുപടിയുമായി BJP രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിനിൽക്കെ യുവതീ പ്രവേശത്തിലെ പുനഃപരിശോധനാ ഹർജികൾ കൂടി സുപ്രീം കോടതി പരിഗണിക്കുന്നത് വജ്രായുധമാക്കുകയാണ് പ്രതിപക്ഷം. CPIMനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് UDF. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തത്. അവരിപ്പോഴും അത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിക്ക് ശബരിമല പ്രതിഷേധങ്ങൾ കാരണമായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമായ നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറി. കോടതി പറഞ്ഞ നിലപാടാണെന്ന് കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കോടതി നിലപാട് കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ നിയമമന്ത്രി P രാജീവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് അസാധാരണ തിടുക്കമെന്നും കുറ്റപ്പെടുത്തി. യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. നിലവിലെ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ ഇതിനെതിരായിട്ട്. NSS ആരോപണത്തിനുള്ള മറുപടിയായി എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു. ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാ സംസ്ഥാന സർക്കാർ? യുവതീ പ്രവേശത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാരും CPIMും നിലപാട് തിരുത്തുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24. T20 ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത ടീം ഇന്ത്യ 61 റൺസിനാണ് ഇന്ത്യയുടെ വിജയം. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 114 റൺസ് എടുക്കുന്നതിനിടെ ഓൾ ഔട്ടായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവുണ്ട്. അനിൽ, വിവരങ്ങൾ. ഉന്മേഷ കാത്തിരുന്ന അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ ഇന്ത്യ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 61 റൺസിനാണ് ഇന്ത്യൻ ജയം. പാകിസ്ഥാന് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും ബാറ്റിംഗിൽ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ മത്സരത്തിന്റെ തുടക്കത്തിൽ വലിയ അഭിഷേക് ശർമ്മയൊക്കെ തന്നെ പുറത്താക്കി പാകിസ്ഥാൻ ഒരു മുൻകൈ എടുത്തതാണ്. ബൗളിംഗിലേക്ക് വന്നാലും ഇന്ത്യയെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഒന്നും കടത്തിവിടാൻ പാകിസ്ഥാന് സാധിച്ചില്ല. പക്ഷേ ബാറ്റിംഗിലേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ തകർന്നടിയുന്ന കാഴ്ച കണ്ടു. ഇന്ത്യൻ ബൗളർമാർ വലിയ രീതിയിൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും ഒക്കെ തന്നെ തകർപ്പൻ ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് മിന്നും ജയം ഒരുക്കിയത്. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും 2 വീതം വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കുൽദീപ് യാദവും തിലക് വർമ്മയും ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി. പാകിസ്ഥാൻ നിരയിൽ ആർക്കും തന്നെ കാര്യമായ സംഭാവനകൾ നൽകാൻ സാധിച്ചില്ല. ഉസ്മാൻ ഖാൻ മാത്രമാണ് പൊരുതുന്നത്. 44 റൺസ് എടുത്തു. രണ്ടാം ടോപ്പ് സ്കോറർ ഷദബ് ഖാനാണ് 14 റൺസ്. ഒപ്പം തന്നെ ഫഹീം അഷ്റഫ് 10, ഷഹീൻ ഷാ അഫ്രീദി 23 എന്നുള്ളത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യ ബൗളർമാരെ പരീക്ഷിക്കുകയായിരുന്നു എന്നതിനപ്പുറത്ത് ഒരുപക്ഷെ ഇന്ത്യ ബൗളർമാരെ പരീക്ഷിക്കാൻ നിന്നില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ജയം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കാത്തിരുന്ന ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭവിഷ്യന്ന ഭീഷണി കൊണ്ടൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ മത്സരത്തിൽ പാകിസ്ഥാൻ നാണം കെട്ട തോൽവി വഴങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ആലോചിക്കുന്നുണ്ടാവുക ഒരു തരത്തിൽ മത്സരം ഭവിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ നാണക്കേട് ഉണ്ടാവില്ല എന്നതായിരുന്നു. പക്ഷേ അങ്ങനെ പാകിസ്ഥാൻ എന്തായാലും മത്സരത്തിന് എത്തുകയും അവിടെ വന്നപ്പോൾ ഇന്ത്യ ശരിക്കും പാകിസ്ഥാനെ നാണം കെടുത്തിവിടുന്ന കാഴ്ചയാണ് കണ്ടത്. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 114 റൺസിന് പുറത്താവേണ്ടി വന്നു. അതായത് അവരുടെ ഇന്ത്യൻ സ്കോറിന് അടുത്തെത്താൻ പോലും പറ്റാതെയാണ് പാകിസ്ഥാൻ കീഴടങ്ങിയിരിക്കുന്നത്. ഈ ജയത്തോടുകൂടി ഇന്ത്യ പാകിസ്ഥാനെതിരായ 2020 ലോകകപ്പിലെ വിജയങ്ങളുടെ എണ്ണത്തിൽ 8ാം ജയത്തോടുകൂടി 8-1 ഒരു ലീഡും സ്വന്തമാക്കിയിരിക്കുന്നു. 2021 ദുബായിലെ ഒരേ ഒരു ജയം, അതിൽ മാത്രം പാകിസ്ഥാന് ഇനിയും കുറച്ചു കാലം കൂടി കടിച്ചു നിൽക്കാം. സമീപകാലത്ത് ഏഷ്യ കപ്പിലടക്കം വൻപൻ ജയം നേടിയ ഇന്ത്യ ആ ഒരു പ്രകടനം
ആ ഒരു ആധിപത്യം വീണ്ടും തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർച്ചയായ 6ാം മത്സരത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും പിന്നീട് ഏഷ്യ കപ്പിലും ഇപ്പോൾ ഈ മത്സരത്തിലും ഇന്ത്യയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് കണ്ടത്. ബാറ്റിംഗിലേക്ക് വന്നാൽ ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് പ്രകടനം, പ്രത്യേകിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഈ പിച്ചിൽ ബാറ്റർമാർക്ക് വലിയ തരത്തിലൊന്നും സ്വാധീനമില്ലാത്ത ഈ പിച്ചിൽ നല്ല സ്ട്രോക്ക് പ്ലേകളുമായി കളം നിറയുകയും വമ്പൻ സ്കോർ പടുത്തുയർന്നു ചെയ്ത് ഇന്ത്യക്കൊരു നിർണായക സ്കോർ സമ്മാനിച്ച ഇഷാൻ കിഷൻ തന്നെയാണ് കളിയിലെ താരമായി മാറിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 40 പന്തിൽ 71 റൺസാണ് ഇഷാൻ കിഷൻ നേടിയത്. ഒപ്പം തന്നെ 77 റൺസാണ് ഇഷാൻ കിഷൻ നേടിയത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ തിലക് വർമ്മയും ഒക്കെ തന്നെ നിർണായക സംഭാവനകൾ നൽകി. ഒരുപക്ഷെ ഇന്ത്യക്ക് മതിയായ ഒരു സ്കോർ ആയിരുന്നു 175 എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് നിരയെ ഒരു തരത്തിലെങ്കിലും 200 പോലും കടത്താതെ പിടിച്ചു നിർത്തിയത് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ ബാറ്റിംഗ് മറന്നതോടുകൂടി പാകിസ്ഥാൻ കൂറ്റൻ പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് പ്രേമദാസ സ്റ്റേഡിയത്തിൽ കണ്ടത്. പാകിസ്ഥാന്റെ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സൊക്കെ തന്നെ തീർത്തും നിരാശരാകുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ഏഷ്യ കപ്പിലൊക്കെ തന്നെ അർദ്ധ സെഞ്ചുറി നേടിയ സാഹിബ് സാദ ഫർഹാൻ 0-ന് പുറത്തായത്. ആദ്യ ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തെ മടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സയ്യൂം അയ്യൂബും സൽമാൻ അലി ആഗ അവരുടെ നായകനൊക്കെ തന്നെ എളുപ്പം പുറത്താവുന്ന കാഴ്ച കണ്ടു. അവർക്ക് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ബാറ്റർ ബാബർ അസം വെറും 5 റൺസാണ് എടുത്തത്. അത് 7 പന്തുകളിൽ നിന്ന്. ഉസ്മാൻ ഖാന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം 44 റൺസ് കൂടി ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 100 കടക്കും പോലും എന്ന് തോന്നിയില്ല. ഇന്ത്യയുടെ ബൗളർമാരാവട്ടെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തുകയും ഒരു വമ്പൻ ജയം തന്നെ സമ്മാനിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യ അവസാന ഘട്ടത്തിൽ പാകിസ്ഥാനെ കളിയാക്കാൻ എന്നോണം ചില ബൗളിംഗ് പരീക്ഷണങ്ങൾ നടത്തുകയാണ് ചെയ്തത്. റിങ്കു സിംഗിനെയും തിലക് വർമ്മയും ഒക്കെ തന്നെ പരീക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു മാർജിനിൽ ഇന്ത്യക്ക് ജയം ഉണ്ടാവുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. താരിഖ് ഉസ്മാനെയൊക്കെ തന്നെ ബൗളിങ്ങിന് അതേ നാണയത്തിൽ ഒരു മറുപടി ഇല്ലെങ്കിൽ പാകിസ്ഥാനെ പരമാവധി പരിഹസിക്കാം എന്ന തരത്തിൽ തന്നെ ആവണം റിങ്കു സിംഗ് അടക്കമുള്ളവരെ വീണ്ടും വീണ്ടും പരീക്ഷിക്കാൻ. കാരണം പ്രത്യേകിച്ച് ഈ പിച്ചിൽ സ്പിന്നർമാർക്ക് പിന്തുണയുള്ളതാണ്, സ്പിന്നർമാരെ പരീക്ഷിക്കാനുള്ള അവസരമാണ്. എന്നിരുന്നാൽ പോലും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ തന്നെ നിൽക്കുമ്പോൾ റിങ്കു സിംഗിനെ പോലെ ഒരു ബൗളർക്ക് പന്ത് കൊടുത്ത് പാകിസ്ഥാനെ ഒന്നുകൂടി ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി മാത്രമാണ് സൂര്യകുമാർ യാദവ് കണ്ടത്. മത്സരത്തിന് തൊട്ടു മുമ്പ് തന്നെ പാകിസ്ഥാൻ നായകനെ കൈകൊടുക്കാതെ തുടങ്ങിയതാണ് ഇന്ത്യ. ആ തരത്തിൽ ഒരു തരത്തിലും പാകിസ്ഥാനോട് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രകടനം. അത് കളിക്കളത്തിൽ ഉടനീളം ആവർത്തിക്കുന്ന കാഴ്ച കണ്ടു. ഇഷാൻ കിഷന്റെ വമ്പൻ ബാറ്റിംഗ് പ്രകടനം, അതിന് പിന്നാലെ ബൗളർമാരെല്ലാം വമ്പൻ രീതിയിൽ ബൗൾ ചെയ്തതോടുകൂടി ഇന്ത്യ ഒരു 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ ഏറ്റവും വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2007 ആ ബോൾ ഔട്ടിൽ തുടങ്ങി വെച്ച വലിയ ജൈത്രയാത്രയ്ക്ക് 2001 ആ ഒരു നിറം മങ്ങിയ ഒരു ജയം, അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു തോൽവി ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ത്യയുടെ വഴിക്ക് വരുന്ന കാഴ്ച കണ്ട. തുടർച്ചയായ 3ാം ലോകകപ്പിലും ഇന്ത്യ അങ്ങനെ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നു, അതും കൂറ്റൻ മാർജിനിൽ തോൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാകിസ്ഥാന്റെ ബഹിഷ്കരണ നാടകത്തിനും ഇല്ലെങ്കിൽ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾക്കൊക്കെ തന്നെ ഇത് വലിയ നാണക്കേടായി മാറുകയാണ്. പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും അടക്കമുള്ളവർ ഈ കളി കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ചാണ് പാകിസ്ഥാനെ ഇങ്ങനെ വലിയ രീതിയിൽ നാണം കെടുത്തി വിടുന്നത്. പാകിസ്ഥാന്റെ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ നേരത്തെ ഇന്ത്യയുമായി ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരമാണ് ഈ ശ്രീലങ്കയിലേക്കുള്ള മത്സരം വന്നതുപോലും. അവർക്ക് കുറച്ചുകൂടി നല്ല സ്പിന്നേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ മത്സരത്തിൽ വലിയ രീതിയിൽ പൊരുതുക എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയാണ്. പക്ഷെ അതുപോലും ഉണ്ടാവാത്ത കാഴ്ചയാണ് പ്രേമദാസ സ്റ്റേഡിയത്തിൽ കണ്ടത്. പാകിസ്ഥാൻ അമ്പേ നാണം കെട്ടാണ് മടങ്ങുന്നത്. ഇനി സൂപ്പർ 8ലേക്ക് വന്നാൽ ഇന്ത്യക്കെതിരായ ഒരു മത്സരം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം അത്ര കണ്ട ഇന്ത്യക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ വലിയ വെല്ലുവിളികൾ വിളിച്ച് ബഹിഷ്കരണ ഭീഷണി മുഴക്കിയിട്ട് പോലും അതൊന്നും കളിക്കളത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ വലിയ നാണക്കേട് കാണാൻ സാധിക്കും. പാകിസ്ഥാൻ്റെ ബാറ്റർമാർ കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയൊക്കെ തന്നെ വലിയ രീതിയിൽ വെല്ലുവിളി മുഴക്കിയതാണ്. പക്ഷേ അതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ബാബർ അസം ഒരുപക്ഷെ വിരാട് കോഹ്ലിക്ക് തുല്യനാണെന്നൊക്കെ തന്നെ പാകിസ്ഥാൻ ആരാധകർ എടുത്തെടുത്ത് പറയുന്ന ബാബർ അസം വലിയ രീതിയിൽ പരാജയമാവുന്ന കാഴ്ചയാണ് കണ്ടത്. വെറും 7 പന്തിൽ 5 റൺസ് മാത്രമാണ് എടുത്താണ് ബാബർ അസം കീഴടങ്ങുന്നത്. വിരാട് കോഹ്ലിയെ നമുക്കറിയാം, പാകിസ്ഥാനെതിരായ മത്സരങ്ങളിലൊക്കെ തന്നെ എന്നും തിളങ്ങി. വിരാട് കോഹ്ലി മാച്ച് വിന്നറായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ട് എന്നൊക്കെ തരത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ബാബർ അസം ബിഗ് ഗെയിംസിൽ വളരെ പരാജയമാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ത്യയുടെ ആഘോഷം, ഇന്ത്യൻ ആരാധകരുടെ ആഘോഷം, ഇന്ന് രാത്രി മുഴുവൻ ഈ ആഘോഷം തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനായി കാത്തിരുന്നവരാണ് നമ്മളേറെയും. പക്ഷേ മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇന്ത്യ ആ തരത്തിൽ നിന്ന് ICC പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇവിടെ എത്തുമെന്ന്, കൊളംബോയിൽ എത്തുമെന്നും അവിടെ തുടരുമെന്നൊക്കെ തന്നെ പറഞ്ഞു. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല. പാകിസ്ഥാനെ ശരിക്ക് അവരെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ 2 പോയിന്റ് നേടുന്നതായിരുന്നു ഇന്ത്യക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. അതുതന്നെ സംഭവിച്ചിരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ മത്സരം ബഹിഷ്കരിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഈസിയായി വാക്ക് ഓവറായി 2 പോയിന്റ് കിട്ടുമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഇന്ത്യൻ ആരാധകർ, ഇന്ത്യൻ ടീം ആഗ്രഹിക്കുന്നത് ഇതുപോലെയൊരു 2 പോയിന്റ് അവരെ തോൽപ്പിച്ചുകൊണ്ട്, അത് ആധികാരികമായി തോൽപ്പിച്ചുകൊണ്ട് തന്നെ ജയം നേടുന്നതിലായിരിക്കും. അല്ലെങ്കിൽ 2 പോയിന്റ്
നേടുന്നതിലായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ട്രോഫി നൽകാതെ, ഏഷ്യ കപ്പ് കിരീടം നൽകാതെ ഇപ്പോഴും പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും അവരുടെ ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനും ഒക്കെയായുള്ള മൂസിൻ നഖ്വി അദ്ദേഹം ഇപ്പോഴും ആ ഒരു നാടകം തുടരുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ട്രോഫി നൽകാതെ ഇപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ആ ഒരു ഇതിനുള്ള മറുപടി കൂടിയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന. പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മൂസിൻ നഖ്വി കൂടി ഈ മത്സരം കാണാൻ വന്നിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെയൊക്കെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്, ജയ്ഷയൊക്കെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു വമ്പൻ ജയം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇഷാൻ കിഷന്റെ പ്രകടനം അതുതന്നെയാണ് ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത്. സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഈ പിച്ചിൽ ഇഷാൻ കിഷന്റെ ഒരു വമ്പൻ പ്രകടനം. ഒരു തരത്തിലും പാകിസ്ഥാൻ ബൗളർമാർക്ക് ആദ്യഘട്ടത്തിൽ അവസരം കൊടുക്കാതെ, പ്രത്യേകിച്ച് പവർ പ്ലേക്ക് ശേഷവും തുടരെ അടിച്ചു കളിക്കുന്ന ഇഷാൻ കിഷനെയാണ് കണ്ടത്. അദ്ദേഹത്തിന് ഒരു ക്രാമ്പ്, അതായത് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അർഹിച്ചൊരു സെഞ്ചുറിയിലേക്ക് പോലും ഇഷാൻ കിഷൻ പോകുമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നമ്പർ 1 ബാറ്റർ, ലോക ക്രിക്കറ്റിലെ കുട്ടി ക്രിക്കറ്റിലെ നമ്പർ 1 ബാറ്റർ അഭിഷേക് ശർമ്മ പരാജയപ്പെട്ടെടുത്ത് നിന്ന് മറ്റ് ബാറ്റർമാർ വന്ന് സെറ്റ് ആവുന്നതിന് മുമ്പ് അതിനൊന്നും തന്നെ അവസരം കൊടുക്കാതെ ഇഷാൻ കിഷൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും 40 പന്തിൽ 10 4 3 6 ഉൾപ്പെടെ 77 റൺസ് എന്ന മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ്. ഒരുപക്ഷെ വിരാട് കോഹ്ലിയും ഒക്കെ തന്നെ ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന് എന്താണോ നൽകിയിരുന്നത് ആ ഒരു പ്രകടനമാണ് ഇന്ന് ഇഷാൻ കിഷന്റെ ബാറ്റിങ്ങിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്നത്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.